ഹലോ. അപ്പോൾ സി ജി എൽ എഴുതാനായിട്ട് സി ജി എല്ലിൻ്റെ മെയിൻസ് ഇപ്പോൾ 19-ാം തീയതി ആണ് വരുന്നത്. സോ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ നല്ല കട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നറിയാം. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു 8 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സി ജി എല്ലിൻ്റെ ഒരു ഇൻറ്റൻസ് റിവിഷൻ എന്നുള്ള രീതിക്ക്. ഭയങ്കര ഇൻഡെപ്തായിട്ട് ഒരുപാട് കവർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു സർഫസ് ലെവലിൽ നോക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് ഇതാ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയിട്ട് ഒന്ന് മനസ്സിരുത്തി ഒന്ന് റിവൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചില ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ തൊട്ടാണ് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് അത് എടുക്കാൻ പറ്റും. അത് മുഴുവനായിട്ടുള്ള സിലബസാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ഉള്ള ഒരു ആകെയുള്ള 14-13 ദിവസത്തിൽ പോയിട്ടത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാനും ഒരു ചില കുറച്ച് ബൗൺസർ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊരു ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി. ലൈക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഒരു അപ്രോച്ചാണ് കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ബിക്കോസ് നമ്മളൊരു ക്വസ്റ്റ്യനെ കാണുമ്പോൾ അത് വെറുതെ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, കുറേ ഫോർമുലാസ് എടുത്തു വരുന്നു, അതിന് അപ്രോച്ച് ചെയ്യേണ്ട രീതിയുണ്ട്. അത് വായിക്കേണ്ട ഒരു സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. അത് നമ്മൾ വായിക്കേണ്ട രീതിയുണ്ട്, വായിക്കേണ്ട സ്പീഡുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻഫർമേഷൻ ഡ്രോപ്പ് ഇൻ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ തലേന്ന്. ഇതൊക്കെ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഫ്ലോയിൽ നടക്കുമ്പോഴാണ് ഒരു എക്സാമിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ട്രിഗണോമെട്രിയിൽ നിന്ന് അങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും അതുവഴി അതെങ്ങനെയാണത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ഫിലോസഫിയാണ് നിങ്ങൾക്ക് ഞാനിത് ഈ ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചെറിയൊരു വീഡിയോയിൽ ഒരേ ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. ഈ അപ്രോച്ച് നിങ്ങൾക്ക് എക്സാമിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ, ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യനാണ്. എന്താ ചോദ്യം? If 1 by cosec theta minus cot theta minus 1 by sin theta equal to x, then 1 by cosec theta plus cot theta minus 1 by sin theta is equal to what? Whereas ഇത് തീറ്റ എന്ന് പറഞ്ഞാൽ 0-90 ഡിഗ്രിയുടെ ഇടയ്ക്ക് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ട്, ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ട്രിഗണോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേൺ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഇവിടെ നമുക്ക് കാണുന്നത് എന്താ? ആദ്യം 1 by cosec theta minus cot theta ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ താഴെ ചോദിച്ചിരിക്കുന്നതിൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നതിൽ cosec theta പ്ലസ് cot theta ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് പുറത്തോട്ട് എഴുതണം. എന്താണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ cosec theta മൈനസ് cot theta ഉണ്ട്. ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നതിൽ cosec theta പ്ലസ് cot theta ഉണ്ട്. അപ്പോൾ നമ്മളത് സ്പോട്ട് ചെയ്തു അല്ലേ. ആ സ്പോട്ട് ചെയ്യുന്ന സെഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി ഇതെവിടെയാണ് ഇങ്ങനൊരു റിലേഷൻ ഇത് നമ്മൾ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ എന്താ ആക്ച്വലി ഇത് തമ്മിൽ എന്താ പറയുക, ഒരു റെസിപ്രോക്കേറ്റീവ് റിലേഷൻ അല്ലേ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റ്, ചോദ്യം മിസ്റ്റേക്ക് ആണോ? ഇല്ല, ഒരു റെസിപ്രോക്കേറ്റീവ് ആയിട്ടുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് നമുക്കറിയാം, എന്താണ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം അല്ലേ. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഞാനിങ്ങനെ കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇൻറ്റു ഫുള്ളായിട്ട് എഴുതാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നാണ്. സോറി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു 1 എന്ന് വന്നു അല്ലേ. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു 1, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താ? കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 1 by കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്ന് വന്നു. അല്ലെങ്കിൽ കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 by ഇത് വന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലായല്ലോ. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്നത്. അപ്പോൾ
സെയിം സാധനം തന്നെ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ തമ്മിലുണ്ട് അല്ലേ. സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ വരും. മനസ്സിലായോ? 1 സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ വരും. അപ്പോൾ അതും നിങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ റെസിപ്രോക്കൽ റിലേഷൻസ് ഉള്ളത്. ഏതാണ്? കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റയും. അതുപോലെ തന്നെ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്നുള്ളത്. ഓക്കെ ഓക്കെ വാട്ട് എവർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചോദ്യത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ചോദ്യത്തിലോട്ട് നോക്കൂ. ഇഫ് 1 കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ മൈനസ് 1 സൈൻ തീറ്റ എന്നുള്ളതാണ്. അതിനകത്തൊന്നും ഇല്ല. 1 കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഞാൻ പറഞ്ഞു റെസിപ്രോക്കലാണ്. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ മൈനസ് 1 സൈൻ തീറ്റ. 1 സൈൻ തീറ്റ എന്താ? കൊസീക് തീറ്റ ഈക്വൽ ടു എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പോയില്ലേ? അപ്പോൾ തന്നെ എന്താ? കോട്ട് തീറ്റയാണ് എക്സ്. കോട്ട് തീറ്റയാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. താഴത്തെ എന്താ? 1 കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ. നേരെ ഇതാവും കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്നാവും അല്ലേ. കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്നാവും. മൈനസ് 1 സൈൻ തീറ്റ എന്ന് വെച്ചാൽ മൈനസ് കൊസീക് തീറ്റ. അപ്പോൾ എന്താ? ഇതും പോയി. മൈനസ് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണെങ്കിൽ എന്താ? മൈനസ് കോട്ട് തീറ്റ എന്ന് വെച്ചാൽ മൈനസ് എക്സ് ആണ്. അത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എയിലാണത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. ഇത് രണ്ടും തമ്മിലുള്ള ഈ റിലേഷൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ അതും പിന്നെ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന സെൻസ് പറയുന്നത് കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ. അതുപോലെ തന്നെ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. ഇതിന് രണ്ടിനും ഈ റെസിപ്രോക്കൽ റിലേഷൻസ് ഉണ്ട്. ഇത് വരുന്നത് എവിടെ നിന്നാണ്? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റയിൽ നിന്നും സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രണ്ട് ഇക്വേഷൻസിൽ നിന്നാണ് നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് എടുക്കുന്നത്. വ്യക്തമായില്ലേ?